പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഹാർട്ടിൽ ബ്ലോക്ക് തുടങ്ങി എത്ര കാലം കൊണ്ട് അറ്റാക്കിലേക്ക് എത്തിപ്പെടും എന്നുള്ളത്. ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ പലപ്പോഴും കൂടുതൽ ആളുകൾ പറയുന്നത് വെച്ചാൽ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇന്ന് പെട്ടെന്ന് വേദനയായി, ഹാർട്ട് അറ്റാക്കായി, ഇതുവരെ ഹാർട്ടിൻ്റെ ഒരു അസുഖമില്ലായിരുന്നു എന്ന് പറയാറുണ്ട്. ഇതിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട്. അതെന്താണെന്നറിയോ? അതായത് ഹാർട്ടിൽ നമുക്ക് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. അതിൻ്റെ തുടക്കം കുറേ മാസങ്ങളായിട്ട്, ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു വ്യക്തിക്ക് ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും 1% വെച്ചിട്ട് തുടങ്ങും, പിന്നെ 2, 3, 4, 5 അങ്ങനെ ശതമാനം കൂടി വന്ന് അവസാനം അത് 100% എത്തുന്ന സമയത്താണ് പലപ്പോഴും അറ്റാക്കിലേക്ക് പോവുക. എന്നാൽ 70% ബ്ലോക്ക് ആകുമ്പോൾ തന്നെ പല ആളുകൾക്കും നെഞ്ചിൽ അസ്വസ്ഥതകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദേഹളകിയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, കയറ്റൊക്കെ കയറുന്ന സമയത്ത് കിതപ്പായിട്ടോ വേദനയായിട്ടൊക്കെ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ പല ആളുകൾക്കും ഇതുപോലെ ബ്ലോക്ക് ഉണ്ടായിട്ട് അത് സൈലന്റ് ആയിട്ട് ഹാർട്ടിൽ നിൽക്കുകയാണ് ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം അത് പെട്ടെന്ന് അറ്റാക്ക് രൂപത്തിൽ പുറത്തേക്ക് വരും. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഹാർട്ടിൽ ബ്ലോക്ക് തുടങ്ങി എത്ര കാലം കൊണ്ട് അറ്റാക്കിലേക്ക് എത്തിപ്പെടുന്നു. അത് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് വർഷങ്ങളോളം ബ്ലോക്ക് സൈലന്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടും തരാതെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കാനും സാധ്യത.